മെയ് 22 ഈസ്റ്ററിൻ്റെ 5-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 15:9 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം വളരെ ഹ്രസ്വമാണ്, വെറും 3 വാക്യങ്ങൾ. എന്നിരുന്നാലും അത് ശക്തമായ ഒരു സന്ദേശം നൽകുന്നു. പിതാവ് തന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവൻ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് യേശു നമ്മോട് പറയുന്നു. ഒരു നിമിഷം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും ആഴത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കന്മാർ, അല്ലെങ്കിൽ വളരെ അടുത്ത ഒരു സുഹൃത്ത്? ഇപ്പോൾ നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് സ്വയം ചോദിക്കാം, ആ വ്യക്തി എനിക്ക് എന്താണ്? അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് പങ്കിടുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്മാനമാണ് സ്നേഹം. നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ, നമ്മൾ ശരിക്കും നഷ്ടപ്പെട്ടവരും ഒറ്റപ്പെട്ടവരുമാണ്. എത്ര ഭയാനകമായിരിക്കും ആ സ്ഥിതി. സ്നേഹം എന്നത് നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്നു. അത് സങ്കടകരമാണ്. യേശു പറഞ്ഞു, ഏറ്റവും വലിയ ദാനങ്ങൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സമ്മാനങ്ങൾ ഒരു പരിധിവരെ നമുക്കില്ലെങ്കിൽ നമ്മൾ ശരിക്കും നഷ്ടപ്പെട്ടവരും ഒറ്റപ്പെട്ടവരുമാകും. സ്നേഹമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ആരും ഇല്ല എങ്കിൽ ആ ജീവിതം എത്ര ഭയാനകമായിരിക്കും. സ്നേഹിക്കാനുള്ള വലിയ കഴിവോടെയും സ്നേഹിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയോടെയുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പലതരം സ്നേഹങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കന്മാരോടും സഹോദരങ്ങളോടും ഉള്ള സ്നേഹം, കുടുംബാംഗങ്ങളോടും അയൽക്കാരോടുമുള്ള സ്നേഹം, പിന്നെ സ്നേഹിതരോട്, ആത്മീയ സൗഹൃദം. ഇതൊക്കെ സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്. യേശു നമ്മെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും ആഴത്തിൽ സ്നേഹിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്നേഹമാണ് നമ്മെ നിലനിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്നവരെയും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും കുറിച്ച് അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അവർ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ? അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സന്തോഷം എന്താണ്? നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുവെന്ന് അവർക്കറിയാമോ? അവർ നിങ്ങൾക്ക് എത്രമാത്രം വിലപ്പെട്ടവരാണെന്ന് അവരെ അറിയിക്കാൻ ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കട്ടെ. അവർ ഒരു ദാനമാണ്. നിങ്ങൾ ഭാഗ്യവതിയും ഭാഗ്യവാനുമാണ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.